സർക്കാർ ജീവനക്കാരുടെ അന്യായമായ സ്ഥലം മാറ്റത്തിനെതിരെ വടകരയിൽ സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന പ്രതിഷേധം നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന ആർ ദീപാലേഖയുടെ മരണം ഭരണകൂട ഭീകരതയാണെന്നും സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അതിനിടെ ദീപാലേഖയുടെ വടകരയിലെ വീട് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ സന്ദർശിച്ചു. അന്യായമായി സ്ഥലം മാറ്റിയതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച മേപ്പയിൽ സ്വദേശിനിയും ഹെൽത്ത് ഇൻസ്പെക്ടറുമായ ആർ ദീപലേഖയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വടകരയിൽ ജനരോഷം ഇരമ്പി. മരിച്ചതല്ല, കൊന്നതാണ്, ഇത് ഭരണകൂട ഭീകരത എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സിപിഐഎം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചൊല്ലി അന്നേ ദിവസം ട്രാൻസ്ഫർ നടക്കുകയാണ്. വകുപ്പ് മന്ത്രിമാരാരാണെന്ന് അറിയില്ല, വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാരാണെന്ന് അറിയില്ല. ഇവിടെ ഭരണപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നു. കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണത്. പ്രതിഷേധ യോഗത്തിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ, പി കെ കൃഷ്ണദാസ്, കെ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. അതിനിടെ അന്തരിച്ച ആർ ദീപലേഖയുടെ വടകരയിലുള്ള വീട്ടിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. പ്രതികാര ബുദ്ധിയോടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളിൽ നിന്നും വി ഡി സതീശൻ സർക്കാർ പിന്മാറണമെന്നും കെ ശൈലജ പറഞ്ഞു. ദീപലേഖയുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ആഘാതം അത് ചെറുതല്ല. ഇപ്പോൾ സുരേഷ് ബാബു ശ്രീസ്ത നമുക്കെല്ലാം അറിയുന്നയാളാണ്. അദ്ദേഹത്തിനത് താങ്ങാൻ കഴിയാത്തൊരു കാര്യമായിട്ടാണ് കണ്ടത്. മകളും ഒറ്റ മകളാണ്, മകൾ എഞ്ചിനീയറാണ്. അപ്പോൾ ആ കുട്ടിക്കും ദീപലേഖയുടെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസം അത് നമുക്ക് നികത്താനാവാത്തതാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.